രണ്ടാമത്തെ യൂണിറ്റില് മലയാള നിരൂപണ സാഹിത്യത്തിന്റെ ആദ്യ ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ആനുകാലികങ്ങളും പത്രമാസികകളും ഉണ്ടാകുന്നതോടെ അതിലൂടെ മലയാള സാഹിത്യത്തിൽ പുതിയ ശാഖ രൂപം കൊള്ളുകയാണ്. ഗദ്യ സാഹിത്യം എന്ന നിലയിൽ നാടകങ്ങളും ചെറുകഥകളും നോവലുകളും അങ്ങനെ ഉത്ഭവം കൊള്ളുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യമായുള്ള സമ്പർക്കത്തിൽ നിന്ന് നമ്മുടെ സാഹിത്യത്തിലേക്കും പുതിയ സാഹിത്യ രൂപങ്ങൾ ഉണ്ടാവുകയും പുതിയ രചയിതാക്കൾ ഉത്ഭവം കൊള്ളുകയും പുതിയ പുസ്തകങ്ങളും അല്ലെങ്കിൽ പുതിയ കൃതികളും രൂപം കൊള്ളുകയും അവയെ നിരൂപിച്ചുകൊണ്ട് അവയുടെ ഗുണദോഷ വിചിന്തനം നടത്തിക്കൊണ്ട് കുറിപ്പുകൾ അച്ചടിച്ചു വരികയും ലേഖനങ്ങൾ പ്രബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തതോടെ നമ്മുടെ മലയാള സാഹിത്യം വളരെയധികം വികാസം കൊള്ളുകയാണ്. മലയാള ഗദ്യ സാഹിത്യം വളരെയധികം വികാസം കൊള്ളുകയാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ സാഹിത്യത്തിലുണ്ടായ നിരൂപകരെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. പ്രധാനപ്പെട്ട നിരൂപകരായിട്ടുണ്ടായിരുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, C അന്തപ്പായി, C ഈശ്വര വാര്യർ, നെടിയമീട്ടിൽ ബാലകൃഷ്ണ മേനോൻ, മൂർക്കോത്ത് കുമാരൻ, അതുപോലെ CP അച്യുത മേനോൻ, ഉള്ളൂര്, കുമാരനാശാൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള തുടങ്ങിയവരൊക്കെയായിരുന്നു നമ്മുടെ സാഹിത്യത്തെ പരിപോഷിപ്പിക്കാനായിട്ട് ഉണ്ടായ കൃതികളെ മൂല്യനിർണയം നടത്തി ലേഖനങ്ങൾ എഴുതിയ നിരൂപകരും വിമർശകരും. അവരുടെ ശ്രമഫലമായിട്ടാണ് കൃതികളുടെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് പുതിയ നല്ല കൃതികൾ മലയാളത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. പാശ്ചാത്യ സാഹിത്യ സമ്പർക്കം ലഭിക്കുന്നതിന് മുൻപ് കാവ്യരൂപത്തിന് പ്രാധാന്യമുള്ള സാഹിത്യ രചനകളാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഗദ്യത്തിന് പ്രചാരം സിദ്ധിക്കുന്നതോടുകൂടി പുതിയ സാഹിത്യ രൂപങ്ങൾ മലയാളത്തിലും ആവിർഭവിച്ചു. മലയാളത്തിലെ ആദ്യത്തെ നാടക രൂപത്തിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യകൃതി അല്ലെങ്കിൽ അങ്ങനെ ഒരു രചനയായിട്ട് പരിഗണിക്കപ്പെടുന്നത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടം, അതായത് കോമഡി ഓഫ് എറേഴ്സ് എന്ന ഷേക്സ്പിയറിന്റെ നാടകത്തിന്റെ വിവർത്തനമാണ്. ആൾമാറാട്ടം എന്ന ആ ഒരു നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകമായി പരിഗണിക്കപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പ്രകാശിതമായ നോവൽ എന്ന് പറയുന്നത് കുന്തലതയാണ്. അത് എഴുതിയിരിക്കുന്നത് അപ്പു നെടുങ്ങാടിയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ, അതായത് ചന്തുമേനോന്റെ ഇന്ദുലേഖ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ്. ആദ്യത്തെ പ്രകാശിത നോവൽ എന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. ആദ്യത്തെ കഥ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതിയാണ്. അപ്പോൾ 4 രൂപങ്ങൾ കിട്ടിയല്ലോ. ആദ്യത്തെ നാടകം കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടമാണ്. ആദ്യത്തെ പ്രകാശിതമായ നോവൽ കുന്തലതയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. ആദ്യത്തെ കഥ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതിയാണ്. ഇങ്ങനെ പുതിയ സാഹിത്യ ജനുസ്സുകൾ ഉദയം കൊള്ളുകയും പ്രചാരം നേടുകയും ചെയ്തതോടെ അവയ്ക്ക് ധാരാളം അനുകരണങ്ങളുണ്ടായി. മലയാളത്തിൽ ഗദ്യരൂപത്തിലുള്ള സാഹിത്യ നിരൂപണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ സർഗാത്മക കൃതികളെ സർഗാത്മക ഭാഷയിൽ നിന്നുകൊണ്ടുതന്നെ നിരൂപണം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ സമാന്തരമായി രൂപപ്പെടുകയുണ്ടായി. മലയാളത്തില് ഇംഗ്ലീഷിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നുമുള്ള പരിഭാഷകളും സംഗീത നാടകങ്ങളും പുരാണ കഥകളുടെ നാടകീയമായ ആവിഷ്കരണങ്ങളും സ്വതന്ത്ര നാടകങ്ങളും ധാരാളം ഉണ്ടായി. ഈ 5 ധാരകളിലുമുള്ള എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ അമിതമായ നാടകഭ്രാന്തിനെ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിശ്രമവും ആരംഭിച്ചു. അപ്പൊ നാടക വിമർശനം അവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. തെക്കും വടക്കും ഓരോ ചക്കീചങ്കരം രചിക്കപ്പെട്ടു. അതായത് തെക്കൻ ചക്കീചങ്കരവും വടക്കൻ ചക്കീചങ്കരവും രചിക്കപ്പെട്ടു. തെക്കൻ ചക്കീചങ്കരം എഴുതിയത് മുൻഷി പി രാമക്കുറുപ്പും വടക്കൻ ചക്കീചങ്കരം എഴുതിയത് KC നാരായണൻ നമ്പ്യാരുമാണ്. മലയാളിയുടെ ഹാസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഗൗരവം 2 കൃതികളിലും കാണാം.
അതായത് ഈ രണ്ട് നാടകങ്ങളിലെ പരിഹാസങ്ങളും ഏറ്റിട്ടും നാടക സാഹിത്യം വളർന്നുകൊണ്ടേയിരുന്നു. നാടകങ്ങളിൽ പ്രകടമായ പല അംശങ്ങളും തിരസ്കരിക്കപ്പെട്ടത് ഇത്തരം വിമർശനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ ഗൗരവമായി നാടകത്തെ സമീപിക്കണമെന്ന് നാടകരചയിതാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങി. നാടകത്തിന്റെ എണ്ണത്തിലുണ്ടായ പെരുപ്പത്തേക്കാൾ നാടകം എഴുതാൻ കഴിവില്ലാത്തവർ കൂടി തിക്കിത്തിരക്കി നാടകം എഴുതുന്നതിനോടുള്ള പ്രതിഷേധമാണ് ചക്കി ചങ്കരം നാടകങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഈ ചക്കി ചങ്കരങ്ങള് നാടകങ്ങളായി തന്നെയാണ് എഴുതപ്പെട്ടത്. നാടകങ്ങളെ വിമർശിക്കാനായി നാടകരൂപത്തിൽ എഴുതപ്പെട്ട വിമർശന നാടകങ്ങളാണ് തെക്കൻ ചക്കീചങ്കരവും വടക്കൻ ചക്കീചങ്കരവും. തെക്കൻ ചക്കീചങ്കരം എഴുതിയത് മുൻഷി പി രാമക്കുറുപ്പാണ്. വടക്കൻ ചക്കീചങ്കരം എഴുതിയത് KC നാരായണൻ നമ്പ്യാരാണ്. നാടകത്തിന്റെ എണ്ണത്തിൽ മാത്രമുള്ള വളർച്ച ഒരു അപകടമായി മുൻഷി രാമക്കുറുപ്പും നാരായണൻ നമ്പ്യാരും കണ്ടുവെന്ന് വേണം കരുതാൻ. നിയന്ത്രണാതീതമായുണ്ടായ നാടകങ്ങളെ കളിയാക്കിക്കൊണ്ട് 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്നൊരു ചെറിയ നോവൽ സി അന്തപ്പായി രചിക്കുകയുണ്ടായി. കാവ്യങ്ങളുടെ ഒഴുക്കിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചത് ശ്രീപൊള്ളി നാരായണൻ നമ്പൂതിരി എഴുതിയ ദാത്യൂഹ സന്ദേശമാണ്. കാവ്യങ്ങളുടെ ഒഴുക്കിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചത് ശ്രീപൊള്ളി നാരായണൻ നമ്പൂതിരി എഴുതിയ ദാത്യൂഹ സന്ദേശമാണ്. ഇത് ഒരു ഹാസ്യ വിഡംബനമാണ്. എന്താണ്? ഹാസ്യാനുകരണമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹാസ്യ വിഡംബനം എന്ന് പറയുന്നത്. ശ്രീപൊള്ളിക്ക് ശേഷം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ പറങ്ങോടി പരിണയം എന്നൊരു നോവൽ എഴുതി. ഈ നോവൽ ഇന്ദുലേഖയെ ഭംഗിയായി നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇന്ദുലേഖ പരിണയമല്ലാതെ നോവലിൽ എന്ത് സംഭവിച്ചു എന്നതാണ് കിഴക്കേപ്പാടിന്റെ വിമർശനം. അതുകൊണ്ടാണ് ഇന്ദുലേഖ എന്ന പേരിനെ തന്നെ അനുകരിക്കാതെ പറങ്ങോടി പരിണയം എന്ന പേര് സ്വീകരിച്ചത്. ഇന്ദുലേഖയുടെ 18-ാം അധ്യായത്തെ പരിഹസിച്ചുകൊണ്ട് തന്റെ കൃതിയിലെ 10-ാം അധ്യായത്തിന് ഒരു സംഭാഷണം അല്ലെങ്കിൽ 18-ാം അധ്യായം എന്നാണ് അദ്ദേഹം നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള വിഡംബന വിമർശനം 1890 മുൻപ് തന്നെ ദാത്യൂഹ സന്ദേശത്തിൽ കൂടിയും ചക്കീചങ്കരത്തിൽ കൂടിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് ചങ്ങമ്പുഴയുടെ മോഹിനിയെ പരിഹസിച്ചു കൊണ്ടുള്ള സഞ്ജയന്റെ മോഹിതൻ വരെ വന്നു നിൽക്കുന്നു. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എന്താ പറയാ വിമർശനത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? ഉണ്ടായ കൃതിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അടുത്ത ഒരു കൃതി ഈ നിരൂപകര് എഴുതുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ വിമർശനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമുണ്ടായത് നാടകങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനയെ കുറക്കാനായി പരിഹാസ്യ നാടകങ്ങൾ എഴുതപ്പെടുകയാണ്. തെക്കൻ ചക്കീചങ്കരവും വടക്കൻ ചക്കീചങ്കരവും ഉദാഹരണമാണ്. അത് കഴിഞ്ഞോ കാവ്യങ്ങളുടെ ഒഴുക്കിനെ നിർത്താൻ വേണ്ടി ദാത്യൂഹ സന്ദേശം എന്ന ശ്രീപൊള്ളി നാരായണൻ നമ്പൂതിരിയുടെ ഒരു ഹാസ്യ വിഡംബനമുണ്ടായി. അതുപോലെ സി അന്തപ്പായി ഒരു നോവൽ എഴുതുകയുണ്ടായി. 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം. അപ്പൊ നാടകങ്ങളെ കളിയാക്കിക്കൊണ്ട് സി അന്തപ്പായി രചിച്ച നോവലാണ് നാടകാദ്യം കവിത്വം അല്ലെങ്കിൽ 4 പേരിൽ ഒരുത്തൻ. ഇനി ഇന്ദുലേഖയെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് നോവലുകൾ അക്കാലത്ത് വരികയുണ്ടായി. അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിർത്താനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഈ ഒരു ഇതിവൃത്തം മാറ്റിപ്പിടിക്കാനായിട്ട് ഒരു പ്രമേയം മാറ്റി നിർത്തിയാൽ ഇന്ദുലേഖ എന്ന നോവൽ എന്താണ് എന്നതിനെ കുറിച്ച് പറങ്ങോടി പരിണയം എന്ന നോവൽ കിഴക്കേപ്പാട്ട് രാമൻകുട്ടി എഴുതി. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള നിരൂപണ കൃതികൾ. അതിനുശേഷമാണ് കവിഭാരതം അല്ലെങ്കിൽ കവിരാമായണം വിവാദം ഉണ്ടാകുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളീയ കവികളെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളോട് സാദൃശ്യപ്പെടുത്തി രചിച്ച കവിഭാരതത്തിൽ ചില കവികളെ ഉൾപ്പെടുത്താതിരുന്നതിൽ പ്രതിഷേധിച്ച് മൂലൂർ S പത്മനാഭ പണിക്കർ രചിച്ച കൃതിയാണ് കവിരാമായണം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്താ ചെയ്തത്? കേരളത്തിലെ കവികളെ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളോടും സാദൃശ്യപ്പെടുത്തി ഒരു കവിത രചിച്ചു. ഓരോ കവികൾക്കും ഓരോ കഥാപാത്രത്തിന്റെ പേര് കൊടുത്തു. അങ്ങനെ രചിച്ച കവിതയ്ക്ക് കവിഭാരതം എന്ന് പേരിട്ടു. ഇതില് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഈഴവ കവികളെ ഉൾപ്പെടുത്താത്തതിൽ
പ്രതിഷേധിച്ചുകൊണ്ടാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ കവിരാമായണം എന്ന ഒരു കൃതി രചിച്ചത്. അതിൽ കേരളീയ കവികളെ രാമായണത്തിലെ കഥാപാത്രങ്ങളോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കവി ഭാരതത്തിൽ പെരുന്നെല്ലി കൃഷ്ണവൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, KC കേശവ പിള്ള മുതലായവരെ വിസ്മരിച്ചത് കവിതാ വ്യവസായം മേൽജാതിയുടെ പൈതൃകമാണ് എന്ന അഹന്ത കാരണമാണെന്ന ആക്ഷേപം വരെ ഉണ്ടായി. അപ്പോൾ കവി ഭാരതത്തിൽ ആരൊക്കെയാണ്? കീഴ്ജാതിയിലെ കവികളെയെല്ലാമാണ് വിസ്മരിച്ചത്. അപ്പോൾ പെരുന്നെല്ലി കൃഷ്ണവൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, KC കേശവപിള്ള മുതലായവരെ ഒക്കെ വിസ്മരിച്ചത് കവിതാ വ്യവസായം മേൽജാതിയുടെ പൈതൃകമാണ് എന്ന അഹന്ത കാരണമാണെന്ന ആക്ഷേപം വരെ ഉണ്ടായി. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മൂലൂര് കവിരാമായണം എഴുതുന്നത്. ഈ കവിരാമായണത്തിൽ എന്താണ്? എല്ലാ ഈഴവ കവികളെയും മേൽജാതിയിലുള്ള കവികളെയും അങ്ങനെ ജാതി നോക്കാതെ എല്ലാ കവികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മൂലൂര് കവിരാമായണം രചിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ മൂലൂർ എടുത്ത ആ ഒരു നിലപാട് ഇന്ന് നോക്കുമ്പോൾ വലിയ കാര്യമായി നമുക്ക് തോന്നില്ലായിരിക്കാം. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എടുത്ത ആ ഒരു മൂവ്മെന്റ് അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. വിമർശനങ്ങളുടെ വെളിച്ചത്തിൽ കവി ഭാരതം പരിഷ്കരിക്കുവാൻ ആദ്യം തീർച്ചപ്പെടുത്തിയെങ്കിലും പരിഷ്കരിച്ചു കാണാത്തതിലുള്ള വൈമനസ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കവിരാമായണം എന്ന കൃതി എഴുതിയത്. പെരുന്നെല്ലിയെ ഹനുമാനായും കേശവൻ വൈദ്യരെ ബാലിയായുമാണ് മൂലൂർ പാത്രനിർണയം ചെയ്തത്. ഈ സാമ്യകൽപ്പന ചില സവർണ കവികൾക്ക് സ്വീകാര്യമായി തോന്നിയില്ല. യഥാർത്ഥ പേരുകളിലും വ്യാജനാമങ്ങൾ സ്വീകരിച്ചും പലരും പോരിനിറങ്ങി. ജാതീകൃതമായ വാസന വൈകൃതങ്ങളുടെ മരണമണി ആ വിവാദങ്ങളിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു. കുറച്ചു കാലത്തേക്ക് നമ്മുടെ സാഹിത്യാന്തരീക്ഷത്തിലെ ഒരു സാഹിത്യ സമരമായിരുന്നു അത്. അതിന് വേദിയായി എന്നതാണ് സുജനാനന്ദിനി എന്ന ആനുകാലികത്തെ സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. പദ്യത്തിന്റെ രൂപസ്വഭാവം കാണിക്കുന്ന കവി ഭാരതം, കവിരാമായണം, കവി മൃഗാവലി, കവി പുഷ്പമാല എന്നിങ്ങനെ സമകാല കവികളെ ഇതിഹാസ കഥാപാത്രങ്ങളുടെയും പുഷ്പങ്ങളുടെയും മൃഗങ്ങളുടെയും പേരുകൾ നൽകി വ്യവഹരിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും യഥാർത്ഥത്തിൽ സാഹിത്യ നിരൂപണങ്ങളായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇല്ല. നിരൂപണ സ്വഭാവം കാണിക്കുന്ന ഇഷ്ടാനിഷ്ട പ്രകടനങ്ങൾ മാത്രമാണത്. ഈ സമ്പ്രദായം അധികകാലം തുടർന്ന് കണ്ടില്ല. അപ്പോൾ കവി മൃഗാവലിയിൽ എന്താണ്? മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാണ്, കവികളെ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാണ് ആ ഒരു കാവ്യരൂപമാണ് ആ ഒരു കൃതികൾക്ക് ഉണ്ടാവുന്നത്. കവി മൃഗാവലി, കവി പുഷ്പമാല, പുഷ്പങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറയുക. കവി പക്വാവലി എന്ന് പറഞ്ഞാല് വാഴപ്പഴങ്ങളോട് സാദൃശ്യപ്പെടുത്തുക. അതുപോലെ കവി ഭാരതം, കവി രാമായണം അങ്ങനെ തുടങ്ങി ഒരുപാട് കൃതികൾ അക്കാലത്ത് രചിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സമ്പ്രദായം അധികകാലം തുടർന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നിരൂപണ സ്വഭാവം കാണിക്കുന്ന ഇഷ്ടാനിഷ്ട പ്രകടനങ്ങൾ മാത്രമായിരുന്നു അവ. അപ്പൊ അതാണ് കവിരാമായണ വിവാദം. പക്ഷെ ഇവിടെ എന്താണ് ഈ ഒരു കവിരാമായണ വിവാദത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാകുന്ന സന്ദേശം എന്താണ്? ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന മേൽജാതി കീഴ്ജാതി കവികളിലും അല്ലെങ്കിൽ കവിതകളിൽ വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്വജാതി പ്രണയമുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കാനായിട്ട് കവിരാമായണം എന്ന വിവാദം സഹായിച്ചു. കവിതയിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഒരു തരത്തിലുമുള്ള ജാതീയത കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് അതോടുകൂടി തെളിയിക്കപ്പെട്ടു. അപ്പോൾ എന്താണ്, ഭൗതിക വ്യാപാരത്തിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സിദ്ധാന്തം അവിടെ ഉറപ്പിക്കപ്പെടുകയാണ് കവിരാമായണത്തിലൂടെ സംഭവിച്ചത്. ഇനി അടുത്തത് പ്രോത്സാഹന നിരൂപണം എന്ന ഒരു പദ്ധതി. അത് തുടങ്ങി വെച്ചത് കേരളവർമ്മ വലയക്കോയി തമ്പുരാനായിരുന്നു. പുസ്തകങ്ങളൊക്കെ വളരെ കുറവായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പുസ്തകരചനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ കൃതികളുടെ ദോഷവശങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ അതിൻ്റെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിമർശന രീതിയാണ് പ്രോത്സാഹന നിരൂപണം. മലയാളത്തിൽ വേണ്ടത്ര പുസ്തകങ്ങൾ അക്കാലത്തുണ്ടായിരുന്നില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്പ്രദായം നിലനിന്നതെന്ന് ആരാണ് പറഞ്ഞത്? സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യ വിമർശനത്തിലാണ് പറയുന്നത്. നിരൂപണത്തെ ധ്വംസകം, പോഷകം എന്നിങ്ങനെയും വിഭജിക്കുന്നുണ്ട്. ഈ വിഭജനം വടക്കുംകൂറിൻ്റെതാണ് എന്നും ഓർത്തു വെക്കുക.
അടുത്തൊരു പദ്ധതിയാണ് വ്യാഖ്യാന പദ്ധതി. കലാവസ്തുവിന്റെ സ്വഭാവ വിവരണമാണ് വ്യാഖ്യാനം. അതായത് കലാവസ്തുവിന്റെ സ്വഭാവ വിവരണമാണ് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അനുവാചകന് കൃതിയെ വിഷയീകരിച്ചുള്ള ഉൾക്കാഴ്ചയ്ക്ക് മികവും തെളിമയും ഉളവാക്കുകയും അയാളുടെ വായനയെ സംബന്ധിച്ച വിചാരങ്ങൾക്ക് മൂർച്ചയും പൊലിമയും വരുത്തുകയുമാണ് വ്യാഖ്യാനത്തിന്റെ ഉദ്ദേശം. വ്യാഖ്യാനം സാഹിത്യകൃതിയുടെ സ്വഭാവത്തെ വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നതിനാൽ തന്നെ വിമർശനത്തിൽ സവിശേഷമായ സ്ഥാനം വ്യാഖ്യാനത്തിനുണ്ട്. ഘടനാപരമായി കലാകൃതിയുടെ ഭാഗങ്ങൾക്ക് പരസ്പരമുള്ള സങ്കീർണ ബന്ധവും അവ കൃതിയോട് പുലർത്തുന്ന ബന്ധവും വ്യക്തമാക്കുന്നതാണ് വ്യാഖ്യാനം. അപ്പോൾ എന്താണ് വ്യാഖ്യാനം? വ്യാഖ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യാഖ്യാനം എന്നാൽ എന്ത് എന്ന് 2 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കലാവസ്തുവിന്റെ സ്വഭാവ വിവരണമാണ് വ്യാഖ്യാനം. അനുവാചകന് കൃതിയെ വിഷയീകരിച്ചുള്ള ഉൾക്കാഴ്ചയ്ക്ക് മികവും തെളിമയും ഉളവാക്കുകയും അയാളുടെ വായനയെ സംബന്ധിച്ച് വിചാരങ്ങൾക്ക് മൂർച്ചയും പൊലിമയും വരുത്തുകയുമാണ് വ്യാഖ്യാനത്തിന്റെ ഉദ്ദേശം. വ്യാഖ്യാനം സാഹിത്യകൃതിയുടെ സ്വഭാവത്തെ വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നതിനാൽ തന്നെ വിമർശനത്തിൽ സവിശേഷമായ സ്ഥാനം വ്യാഖ്യാനത്തിനുണ്ട്. ഘടനാപരമായി കലാകൃതിയുടെ ഭാഗങ്ങൾക്ക് പരസ്പരമുള്ള സങ്കീർണ ബന്ധവും അവ കൃതിയോട് പുലർത്തുന്ന ബന്ധവും വ്യക്തമാക്കുന്നതാണ് വ്യാഖ്യാനം. ഘടനാപരമായി കലാകൃതിയുടെ ഭാഗങ്ങൾക്ക് പരസ്പരമുള്ള സങ്കീർണ ബന്ധം, അതായത് ഒരു കൃതിയുടെ ആദ്യ ഭാഗവും 2ാം ഭാഗവും തമ്മിലുള്ള ബന്ധത്തെയും അതുപോലെ അവ കൃതിയോട് പുലർത്തുന്ന ബന്ധവും വ്യക്തമാക്കുന്നതാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ കൃതിയുടെ ഘടനാപരമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. മലയാളത്തിലെ വ്യാഖ്യാന കൃതികളിൽ സവിശേഷമായ ഒന്നാണ് നളചരിതം ആട്ടക്കഥക്ക് AR രാജരാജവർമ്മ എഴുതിയ കാന്താര എന്ന വ്യാഖ്യാനം. കാന്താര താരകം AR രാജരാജവർമ്മ നളചരിതം ആട്ടക്കഥക്ക് തയ്യാറാക്കിയ വ്യാഖ്യാനമാണ്. നളചരിതത്തിന് AR എഴുതിയ ഈ വ്യാഖ്യാനാത്മക നിരൂപണം അദ്ദേഹത്തിന്റെ വിമർശന ശൈലിയുടെ മറ്റൊരു മുഖമാണ്. കഥാസംഗ്രഹം, ഇതിവൃത്തം, കാലദേശങ്ങൾ, പാത്രനിരൂപണം, സാഹിത്യം, കവിയും ജീവചരിത്രവും, വാക്യരീതി, സംഗീതം തുടങ്ങിയ നളചരിതത്തിന്റെ സാംസ്കാരികവും സാഹിത്യവുമായ പ്രത്യേകതകൾ ഇതിൽ അപഗ്രഥിച്ചിട്ടുണ്ട്. അപ്പോൾ നളചരിതത്തിന്റെ ഏതെല്ലാം പ്രത്യേകതകളാണ് ഈ ഒരു കാന്താര താരകം വ്യാഖ്യാനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഇതിവൃത്തം, കാലദേശങ്ങൾ, പാത്രനിരൂപണം, സാഹിത്യം, കവിയും ജീവചരിത്രവും, വാക്യരീതി, സംഗീതം തുടങ്ങി നളചരിതത്തിന്റെ സാംസ്കാരികവും സാഹിത്യവുമായ പ്രത്യേകതകൾ ഇതിൽ അപഗ്രഥിച്ചിട്ടുണ്ട്. വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കൃതിയുടെ സാഹിത്യ സാംസ്കാരിക മൂല്യങ്ങൾ വിലയിരുത്തുന്ന ഒരു നിരൂപണം എന്ന നിലയിൽ ഈ വ്യാഖ്യാനം ശ്രദ്ധിക്കപ്പെടുന്നു. നളചരിതത്തിന്റെ സമഗ്ര ശോഭ കണ്ടെത്താനും അതിന്റെ നാടകീയ ഭംഗിയും കാവ്യമഹിമയും ഉയർത്തിക്കാട്ടാനും കാന്താര താരകത്തിലൂടെ AR ശ്രമിക്കുന്നുണ്ട്. ഉത്തമ കവിതയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രാദികൾ 4 നളന്മാരുടെ രൂപത്തിൽ സ്വയംവര മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാരണം വിശദമാക്കുന്ന വ്യാഖ്യാന ഭാഗം പുരാണ സന്ദർഭങ്ങൾക്ക് പുതിയ അർത്ഥവ്യാപ്തികൾ നൽകുന്നതിന് ഉദാഹരണമാണ്. മേഘദൂത്, സ്വപ്നവാസവദത്തം, മാളവികാഗ്നിമിത്രം തുടങ്ങിയ കൃതികൾക്ക് AR എഴുതിയ മുഖപുരകളും വിശദീകരണങ്ങളും സവിശേഷമാണ്. പ്രസിദ്ധങ്ങളായ പ്രാചീന ഗ്രന്ഥങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ആന്തരിക ഭംഗികളെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാഖ്യാന പദ്ധതിയാണ് AR പിന്തുടർന്നത്. പഴയകാല വ്യാഖ്യാതാക്കളെ പോലെ വെറും ശബ്ദാർത്ഥ വിവരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആസ്വാദനത്തിന്റെ അംശങ്ങൾ കൂടി പ്രകടിപ്പിച്ചു പോവുക എന്നത് ARന്റെ വ്യാഖ്യാന രീതിയുടെ മറ്റൊരു സവിശേഷതയാണ്. ഉണ്ണായി വാര്യരെയും കുഞ്ചൻ നമ്പ്യാരെയും താരതമ്യം ചെയ്തതിനു ശേഷം വാര്യർ മിൽട്ടണിനും നമ്പ്യാർ ഷേക്സ്പിയറിനും സമശീർഷരാണെന്ന് AR സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ARന്റെ വ്യാഖ്യാന കൃതികളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? കാന്താര താരകം, നളചരിതം ആട്ടക്കഥക്ക് AR എഴുതിയ കാന്താര താരകം, അതുപോലെ മേഘദൂത്, സ്വപ്നവാസവദത്തം, മാളവികാഗ്നിമിത്രം തുടങ്ങിയ കൃതികൾക്ക് AR എഴുതിയ വ്യാഖ്യാനങ്ങൾ എന്നിവയൊക്കെയാണ് ARന്റെ വ്യാഖ്യാനങ്ങൾ. അടുത്തൊരു പദ്ധതിയാണ് പ്രാചീന രചനകളുടെ പഠനം എന്ന ഒരു രീതി. സമഗ്ര പഠനങ്ങൾ ഉണ്ടായതിൻ്റെ തുടർച്ചയെന്നോണം പ്രാചീന കൃതികൾ പഠന വിധേയമാവുകയും പ്രസാധനം ചെയ്യപ്പെടുകയും ഉണ്ടായി. PK നാരായണപിള്ള സമാഹരണവും പഠനവും നിർവഹിച്ച രാമകഥാപാട്ടും, അതിൻ്റെ പേര് ഭാഷാ പരിമളം എന്നാണ്. മഹാഭാരതം പാട്ടും അതിൻ്റെ പേര് ഭാഷാ ദീപിക.
എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള പഠനങ്ങളാണ്. അപ്പോൾ 3 തരത്തിലുള്ള രീതികളുണ്ടായിരുന്നു. പ്രോത്സാഹന നിരൂപണം ഉണ്ടായിരുന്നു, വ്യാഖ്യാന പദ്ധതി, പ്രാചീന രചനകളുടെ പഠനം. ഇവയിലൂടെയൊക്കെയാണ് മലയാളത്തിൽ വിമർശനം നടത്തപ്പെട്ടിരുന്നത്. അടുത്ത വീഡിയോയിൽ മലയാളത്തിലെ പ്രധാന നിരൂപകരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം.